महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। താൻ നിഷേധിച്ച അശ്വമേധം തൻ്റെ അനുജനായ സംവർത്തൻ നടത്തി കൊടുക്കുന്നതിൽ വലിയ സങ്കടവും അമർഷവും ദുഃഖവും ഉണ്ടായ ബൃഹസ്പതി ദേവേന്ദ്രനെ സമീപിച്ച് തനിക്ക് ദേവന്മാരെ സേവിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്രകാരമൊരു ദുർഘട പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് ഉണർത്തിച്ചു. ദേവേന്ദ്രൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആ യാഗം നടക്കാൻ പോകുന്നില്ല, അത് ഞാൻ മുടക്കും. എത്രയോ യാഗങ്ങൾ ഞാൻ മുടക്കിയിരിക്കുന്നു. പിന്നെയാണോ ഇതുവരെ പേര് കേട്ടിട്ടില്ലാത്ത ഈ സംവർത്തൻ അശ്വമേധയാഗം നടത്താൻ പോകുന്നു. അവൻ്റെ വിദ്യ എങ്ങനെ, അവൻ്റെ പരിചയം എങ്ങനെ, അവൻ്റെ പൗരോഹിത്യം എങ്ങനെ, അവയൊക്കെ എന്നോട് പറയുക, അല്ലയോ ബൃഹസ്പതി എന്ന് പറഞ്ഞു. അപ്പോൾ ബൃഹസ്പതി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാവുന്നതെല്ലാം അവനും അറിയാം. അവനത് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരുത്തൻ ശബ്ദിക്കാതിരിക്കുന്നു, ഒരുത്തൻ ശബ്ദിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു വ്യത്യാസം. പിന്നെ മാത്രമല്ല, അവൻ സ്വന്തം നിലയിൽ തപസ്സം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈശ്വര സാക്ഷാത്കാരം നേടിയതിന് ശേഷമാണ് ഞങ്ങളുടെ ആശ്രമം വിട്ട് പുറത്തു പോയത്. പിന്നെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അവനിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ഈ മരുത്തൻ നടന്ന് കണ്ടുപിടിച്ചതാണ്. അതിൽ എനിക്കും ചില പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. ഞാനതെങ്ങനെയെങ്കിലും തുടങ്ങി വെച്ചിട്ട് ഇങ്ങ് പോന്നാൽ മതിയായിരുന്നു. അവസാനം അവൻ അങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. അങ്ങായിട്ട് തുടങ്ങി വെച്ചാൽ മതി, കുലഗുരുവിനെ കൊണ്ടല്ലാതെ എങ്ങനെ ഇതിൻ്റെ തുടക്കം കുറിക്കും? അത് ചോദിക്കും യജ്ഞം നടത്താൻ വരെ, ആരാണ് നിങ്ങളുടെ കുലഗുരു? അദ്ദേഹം സമ്മതിച്ചോ? അദ്ദേഹം സ്ഥലത്തുണ്ടാകുമോ? ഇപ്പോൾ കുലഗുരു വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൊലയിലില്ലാത്ത ഗുരുക്കന്മാരെ അവർ വരികയില്ല. അപ്പോൾ അന്നത്തെ ഒരു തൊഴിലാളി ഐക്യത്തിൻ്റെ ഒരു അത് ഇന്നത്തെ യോഗം കലക്കുക എന്നാണ് ഇന്ന് പറയുന്നത്. മറ്റേ യോഗം മുടക്കുക അത്രയുള്ള വ്യത്യാസം. അപ്പോൾ അദ്ദേഹം അങ്ങനെ തുടങ്ങി വെച്ച് കൊടുത്തിട്ടെങ്കിലും പോന്നാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും പരിഹാരമില്ലാത്ത സ്ഥിതിയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ വജ്രായുധവും പേമാരിയും കൊടുങ്കാറ്റുമൊന്നും അയക്കേണ്ട. അവനുമായി ഒരു അഭിമുഖം തരപ്പെടുത്തിയിട്ട് ഒന്ന് സംസാരിച്ചു നോക്കൂ. ചർച്ച, അതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനം. അപ്പോൾ ഒരു ചർച്ച നിങ്ങൾ തമ്മിൽ നടന്നാൽ മറ്റു മുനിമാരും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ മുനിമാരും അതിൽ ന്യായം പറയും. ആരുടെ ഭാഗത്താണ് ന്യായം? അതുകൊണ്ട് അങ്ങ് പോയി സംവർത്തനമായി സംസാരിക്കണം. മരുത്തൻ്റെ സാന്നിധ്യത്തിൽ മറ്റ് ഋത്തിക്കുകളും വേണം. 16 പേര് വേണം ഒരു യജ്ഞം നടത്തുന്നതിൽ, പൂർണ്ണമായ യജ്ഞം. പിന്നെ അവരുടെ കീശാന്തിമാർ, മേശാന്തിമാർ വെറുതെ ഇരിക്കുള്ളൂ. കീശാന്തിമാരാണ് നടുവൊടിഞ്ഞ് പണിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങൊന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കാമദേവനും വിളിച്ചു.
ഭൂമിയിലേക്ക് പോകല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി. അഗ്നിദേവനെയും വിളിച്ചു. ഭൂമിയിലെത്തി അദ്ദേഹം മേരുപർവ്വതത്തിൻ്റെ മുകളിൽ വിശ്രമിച്ചു. എന്നിട്ട് അഗ്നിദേവനെ പറഞ്ഞയച്ചു, താൻ പോയിട്ട് ആ സംവർത്തനോടൊന്ന് സംസാരിക്കുക. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമല്ലോ. അവൻ്റെ ജ്ഞാനവും പരീക്ഷിച്ചോളൂ. അവൻ്റെ കുലുക്കം, അവൻ ഏതെങ്കിലും സംഗതികൾ പറയുമ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചോളണം. എന്തെങ്കിലും അധീരത അവൻ്റെ മുഖത്ത് പ്രദർശിതമാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വളരെ സൂക്ഷ്മമായി അവനെ നിരീക്ഷിക്കണം. അവൻ്റെ ചലനങ്ങൾ, അവൻ്റെ തലകുലുക്കലുകൾ, അവൻ്റെ പുരികത്തിൻ്റെ ചലനം, അവൻ്റെ കണ്ണിൻ്റെ പ്രകാശം, അവൻ്റെ കൃഷ്ണമണിയുടെ ഇളക്കം, അവൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ടോ, അവൻ്റെ ശാരീരികമായ ചലനങ്ങൾ, പിന്നെ നിന്നെ അവൻ ബഹുമാനിക്കുന്നുണ്ടോ, നീ യജ്ഞവാഹകനാണല്ലോ, ദ്രവ്യവാഹകനാണല്ലോ, നിന്നെ അവൻ ബഹുമാനിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം. അഗ്നി ഇദ്ദേഹത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ച് വന്ന് ഇദ്ദേഹം ഇരിക്കുന്ന ആശ്രമത്തിലേക്ക് വന്ന്, അതിന് ആശ്രമം പ്രത്യേകം കിട്ടിയിട്ടുണ്ട്, ആശ്രമത്തിലേക്ക് വന്ന് യജ്ഞം തുടങ്ങാൻ പിന്നെയും 7 ദിവസമുണ്ട്. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു ദേവനാണ്. അഗ്നി എന്ന് പറഞ്ഞില്ല. ഇല്ല, ദേവേന്ദ്രൻ പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുന്ന. അഗ്നി എന്നോ മറ്റോ നിങ്ങൾക്ക് പേരുണ്ടോ? അങ്ങനെയും പേരുണ്ട്. ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. യജ്ഞം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞത് നടത്തി കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആ ഉറപ്പ് വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു നിമിത്തം മാത്രമാണ്. അയാൾക്ക് യജ്ഞം നടക്കേണ്ടുന്ന കാലം വന്നപ്പോൾ അയാൾ എന്നെ കണ്ടെത്തി. അപ്പോൾ ഈശ്വരേച്ഛ അനുസരിച്ച് ആ യജ്ഞം നടക്കുകയാണ്. അതിൽ ഞാനൊരു നിമിത്തം മാത്രമാണ്. ഇതിൽ ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ദേവേന്ദ്രനോട് പറഞ്ഞേക്കും. മത്സരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് മത്സരമേ ഇല്ല. അപ്പോൾ മത്സരമില്ലാത്ത ഒരാൾ എങ്ങനെ മത്സരിക്കും? ദേവേന്ദ്രന് മത്സരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മത്സരിച്ച് പരാജയപ്പെടാനേ സാധിക്കും. എനിക്ക് മത്സരം ഉണ്ടെങ്കിലല്ലേ ഞാൻ പരാജയപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥ വരുന്നുള്ളൂ. എനിക്ക് മത്സരമില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് മത്സരമുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടാം. എൻ്റെ ജ്യേഷ്ഠന് മത്സരമുണ്ടെങ്കിലും മത്സരിച്ച് പരാജയപ്പെടാം. അപ്പം ഈ വിവരം അദ്ദേഹത്തെ ഇതുപോലെ തന്നെ അറിയിച്ചേക്കൂ. ഒരക്ഷരം കൂട്ടുകയും വേണ്ട, ഒരക്ഷരം കുറയ്ക്കുകയും വേണ്ട. എന്നിട്ട് പറഞ്ഞു, ഇത് അഗ്നിദേവൻ ചെയ്യാൻ പാടില്ലാത്തൊരു പണിയായിരുന്നു. കാരണം നിങ്ങൾക്ക് ദേവേന്ദ്രനേക്കാളും പ്രാധാന്യമുണ്ട്. ദേവന്മാർക്ക് ഹവിസെത്തിച്ച് കൊടുക്കുന്നവനാണ്. അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. അപ്പോൾ നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു. ആ കാമദേവൻ കൂടെ വന്നിട്ടില്ലേ, അവനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അവൻ ചകാൻ നടക്കുന്നവനാണ്. അവൻ പണ്ടൊന്നും ചത്തതാണ്. അപ്പോൾ അവൻ മതിയായിരുന്നു അതിന് എന്ന് പറഞ്ഞു. ആ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പോയി ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ അവൻ്റെ അവസാനം അടുക്കാറായി, സംവർത്തൻ്റെ. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ദൗർഭാഗ്യം വരുമ്പോൾ, ദൗർഭാഗ്യത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് സുഭാഷിതങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. അതിൻ്റെ ലക്ഷണമാണ് ഈ മരണലക്ഷണമാണ് അവൻ കാണിക്കുന്നത്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൃഹസ്പതിയുടെ അനുജനായതുകൊണ്ട് അവനോടൊരു ചെറിയ താല്പര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ
ഈ മരിക്കാൻ പോകുന്ന രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെയാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി. ആ സൗജന്യം സ്വീകരിക്കാൻ അവന് താല്പര്യമില്ല. അവൻ മരിച്ചടങ്ങുമോ എന്ന് വാശി പിടിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള വിനയപരമായ പ്രവൃത്തികളും കർമ്മങ്ങളും അറിയിച്ചു കഴിഞ്ഞു. എന്നാലും അവസാന ശ്രമം എന്നുള്ള നിലയിൽ ഞാൻ ഒന്നുകൂടി അവൻ്റെ അടുത്ത് പോയിട്ട് സാന്ത്വം പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെ ദേവേന്ദ്രൻ ചെന്നു. അപ്പോൾ ദേവേന്ദ്രൻ ചെന്നപ്പോൾ പീഠവുമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ച് ഇരുത്തി. ദേവന്മാരുടെ രാജാവല്ലേ. ഇപ്പോൾ പറഞ്ഞു, സംവർത്തൻ അല്ലേ? അതെ. ആ, മരുത്തന് 100 അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലം ഞാൻ കൊടുക്കാം. അപ്പോഴോ ഇയാളിപ്പോൾ ഇത് നടത്തിയാൽ 1 അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലമല്ലേ കിട്ടുള്ളൂ. 100 അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലം ഞാൻ അയാൾക്ക് കമ്മീഷനായിട്ട് കൊടുക്കാം. അതിൽ പകുതി കള്ളനോട്ടായിരിക്കുന്നു മാത്രമേ. അത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ രാജാക്കന്മാരെ മുഴുവനും ഞാൻ ഇയാളുടെ പാദദാസന്മാരാക്കി തരാം, ഒരൊറ്റ ആജ്ഞ കൊണ്ട്. അപ്പോൾ അവരും വന്നു. ഇനി അയാൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ ധനം ആവശ്യമുണ്ടെങ്കിൽ ആ ധനവും ഞാൻ കൊടുക്കാം. ദേവന്മാരെ എല്ലാവരെയും അപ്സരസുകൾ സഹിതം ഞാനിവിടെ വരുത്താം. പ്രലോഭനങ്ങളാണ് ഓരോന്ന്. ഇതിൻ്റെ ഹവിസ് മുഴുവനും പോകുന്നത് ദേവന്മാർക്കാണല്ലോ. അവരിവിടെ വരും. അപ്പോൾ അവരെ പ്രീതരാക്കി തരാം. പക്ഷെ യാഗം നടത്താനൊക്കില്ല. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഞാൻ ഇത്രയും ഓഫറുകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. നിങ്ങൾക്കത് സ്വീകരിച്ചുകൊണ്ട് അടങ്ങിയിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്വർണം കൊണ്ട് ആശ്രമം പണിഞ്ഞു തരാം. സ്ഥലം പറഞ്ഞോ? ഹിമാലയ പർവ്വതത്തിൻ്റെ പുറത്ത് വേണോ? അവിടെ. വിന്ധ്യപർവ്വതത്തിൻ്റെ പുറത്ത് വേണോ? അവിടെ. അതല്ല, കേരളത്തിൽ എല്ലാ മുന്നണികളും സദ്ഭരണം ഭരിക്കുന്ന കേരളത്തിൽ വേണോ? അവിടെ അങ്ങനെ ആക്കിത്തരാം. കേരളത്തിൽ സഹ്യപർവ്വതത്തിൻ്റെ പുറത്ത് വേണമെങ്കിൽ അങ്ങനെ. അസഹ്യപർവ്വതം, കേരളത്തിൽ സഹ്യപർവ്വതത്തെക്കാൾ കൂടുതൽ അസഹ്യപർവ്വതങ്ങളാണല്ലോ. ആ അഹസ്യപർവ്വതത്തിന് പുറത്ത് വേണമെങ്കിൽ അങ്ങനെ. ശബരിമലയിൽ വേണമെങ്കിൽ അങ്ങനെ. അതല്ല, പമ്പാ നദിയിൽ വേണമെങ്കിൽ അങ്ങനെ. എല്ലാ നദികളിലും വെള്ളം കവിഞ്ഞൊഴുകണമെങ്കിൽ അങ്ങനെ. മഴ പെയ്യിക്കണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ വേനലല്ലേ അവിടെ, ഞാൻ മഴ പെയ്യിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കേട്ട് എന്നിട്ട് പുഞ്ചിരിയോടുകൂടി, ഈ പുഞ്ചിരി കാണുമ്പോൾ ധരിക്കുക സമ്മതിക്കാൻ പോകുന്നു എന്നാണല്ലോ. ഇപ്പോൾ പറഞ്ഞു, ഇതൊന്നും എനിക്ക് സ്വീകാര്യമല്ല. എനിക്ക് ഒരു ഈശ്വര നിയോഗമുണ്ട്. ആ ഈശ്വര നിയോഗം എന്നുള്ള നിലയിലാണ് ഞാനിത് നടത്തി കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ നടത്തും. അത് അങ്ങക്കെതിരാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നതിൻ്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ 99 അശ്വമേധം നടത്തി, അത് കഴിഞ്ഞിട്ട് 100ാമത്തെ നടത്തുകയാണെങ്കിൽ അങ്ങയുടെ സ്ഥാനം പോകുന്നെങ്കിലും വിചാരിക്കാം. ഇത് അങ്ങയുടെ സ്ഥാനം പോകുന്നില്ല. അങ്ങ് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ബൃഹസ്പതിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ദേവേന്ദ്രൻ പറയുന്നതാണ്. അല്ലെങ്കിൽ മറ്റേ മുമ്പിലാൻ ഇത് വേണ്ടെന്ന് വെച്ചാലോ? അതാണ്. അപ്പം അതുകൊണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾ ഇദ്ദേഹം ദേവന്മാരോട് പറയുന്നത്, അല്ല ഗുരുനാഥൻ അങ്ങനെ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പം അതിനൊരാൾ വേണമല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇത് മന്ത്രിസഭാ തീരുമാനമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഇടപെടുക്കാമല്ലോ. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിനാൻസ് സെക്രട്ടറി, പ്രിൻസിപ്പൽ ഫിനാൻസ് സെക്രട്ടറി എഴുതി വെച്ചിരിക്കുകയാണ് ഫയലിൽ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഇത് ഞാൻ നിയമ സെക്രട്ടേറിയറ്റിലേക്കും വിട്ടു. അത് ശരിവെച്ചുകൊണ്ട് അവിടെ നിന്നും മറുപടി വന്നിട്ടുണ്ട്. ഇതാണ് ഇന്ന് താഴ്ത്തിരിക്കുന്ന ഫയൽ. അതിൻ്റെ താഴത്ത് വേറെ ഒരു ഫയലുണ്ട്, അതിലാണ് ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് വ്യക്തിപരമായി ഇത് ചെയ്തു തന്നാൽ കൊള്ളാവുന്നുണ്ട്. എന്നുവെച്ചാൽ കേരളം ഒരാൾക്ക് തീരെഴുതി കൊടുക്കണമെന്നാണ് വളരെ ചെറിയൊരു ആവശ്യമാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നതേ. വളരെ ചുരുങ്ങിയ ഒരാവശ്യം.
അപ്പോഴാണ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി എഴുതാൻ, അല്ല കേരളം അങ്ങനെ ഒരു വ്യക്തിക്കായിട്ട് കൊടുക്കാനൊക്കില്ല, പലർക്കായിട്ട് വേണമെങ്കിൽ വിധിച്ചു കൊടുക്കാം, ഒരു വ്യക്തിക്ക് മാത്രം ആ രീതിയിൽ കാണുകയാണെങ്കിൽ പലർക്കായിട്ട്. അതെ എന്ന് വളരെ വിനീതമായ ഒരു അഭിപ്രായം. അതിൻ്റെ പുറത്താണ് ഫിനാൻസ് സെക്രട്ടറി, അതിൻ്റെ പുറത്താണ് നിയമ സെക്രട്ടറി, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് മുഖ്യമന്ത്രിയുടെ. അപ്പോൾ പറയും കേരളം അങ്ങനെ ഒരു രാജ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു രാജ്യമില്ല. ഉണ്ടാക്കി കൊണ്ടുപോവാ, കാണിച്ചു കൊടുക്കേണ്ടത് ഇത്. മെച്ചപ്പുറത്ത് വയ്ക്കാനൊക്കെ ഇല്ല, അപ്പോൾ രാജ്യമില്ല. ഇങ്ങനെയാണ് ഫയലുകളുടെ പോകുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ബുദ്ധിമാനും കാര്യഗ്രഹണശേഷിയും കർമ്മധീരതയുമുള്ള മുഖ്യമന്ത്രി അതെല്ലാം എടുത്തങ്ങോട്ട് വെച്ചു കൊടുത്തു. എൻ്റെ കുഴപ്പമില്ല, എനിക്ക് തരാൻ ഞാൻ സന്നദ്ധനാണ്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവാസനയും ബന്ധവും അത് വേറെ, അതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് മൊത്തത്തിലുള്ള തീരുമാനമാണ്, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിനുപയോഗിക്കാം ഇദ്ദേഹത്തെ. ഞാൻ അങ്ങനെ സമ്മതിച്ച് വരുമ്പോഴാണ് ഗുരുനാഥൻ കയറി അതിനെതിരായിട്ട് പറഞ്ഞത്. അപ്പം ഗുരുനാഥനെ ധിക്കരിക്കാനോ, ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ മറ്റേ ശ്ലോകം ചൊല്ലും, തെറ്റിച്ച് ചൊല്ലുന്നൊരു ശ്ലോകം ഉണ്ടല്ലോ, ഗുരുബ്രഹ്മ പരബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. അത് തെറ്റിച്ചങ്ങ് ദേവേന്ദ്രൻ ചൊല്ലി. ഓ അത് ശരിയാണല്ലോ, അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടാം. ഇങ്ങനെ ഓരോരുത്തരെ വെച്ചിരിക്കുന്നത് ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇത് ദേവലോകത്തായാലും ശരി, ഭൂമിയിലായാലും ശരി, പാതാളത്തിലായാലും ശരി, കാലൻ്റെ മുമ്പിലായാലും ശരി, എല്ലായിടത്തും നിയമം നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിനെതിരായിട്ട് കുറേ ആളുകളുണ്ടാവും, അവർ ശക്തന്മാരുമായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് തലരക്ഷിക്കാനാണ് ഇത്തരം ചില ആളുകളെയൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഗുരുവിനെ ധിക്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറയും ഗുരുവിനെ ധിക്കരിക്കാമോ? തലേ ദിവസവും പ്രിൻസിപ്പലിനെ തല്ലിയതായിരിക്കും. ഇവർക്ക് അനുകൂലമായിട്ടൊരു കാര്യം പ്രിൻസിപ്പൽ പറയുമ്പോൾ അല്ല, പ്രിൻസിപ്പലിൻ്റെ അഭിപ്രായമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുരു സാക്ഷാൽ പരബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറഞ്ഞ് രക്ഷ നേടാം. അതാണ് ഇത്തരം പദവികൾ കൊണ്ട് ഒരേ ഒരു ഗുണം ലോകത്തിന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ബൃഹസ്പതിയെ ഇദ്ദേഹത്തിന് പിണക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എന്ന് പറഞ്ഞത്. അപ്പോൾ സമ്മർദ്ദൻ പറഞ്ഞു, ഞാൻ പൊതുവേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല, തീരുമാനങ്ങൾ എടുക്കാറില്ല. ഇടപെട്ട കാര്യത്തിൽ നിന്നും എടുത്ത തീരുമാനത്തിൽ നിന്നും ഞാൻ ഈ കൊടുങ്കാറ്റ്, വജ്രം, മഴ എന്നൊക്കെ പറഞ്ഞതെന്ന് കേട്ടാൽ അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നവനല്ല. അതൊന്നും എന്നെ യേശുകില്ല. അതാണ് കാരണം. ആയുധങ്ങൾക്ക് ഉപയോഗമില്ലാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും ജീവിതത്തിൽ. ആ അനുഭവം അങ്ങേക്കില്ലല്ലോ, ആ അനുഭവം അങ്ങേക്ക് ഉണ്ടാകാൻ പോവുക. അങ്ങയുടെ വിശിഷ്ടമായ ആയുധം, വജ്രായുധം. അങ്ങയുടെ വജ്രായുധം അനാവശ്യമായ ഒരു ഇരുമ്പ് കഷ്ണമായിപ്പോയി എന്ന് അങ്ങയ്ക്ക് തോന്നാതിരിക്കാൻ ഇടവരരുത്. അങ്ങനൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് നടത്താമെന്ന് ഞാൻ മരുത്തനോട് സമ്മതിച്ചിട്ടുണ്ട്. മരുത്തനെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അതിനു വേണ്ടിയുള്ള ദക്ഷിണ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് അഷ്ടദിക്പാലന്മാരെ സാക്ഷി നിർത്തി ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. ആ അഷ്ടദിക്പാലന്മാരിൽ ഒരാൾ അങ്ങ് തന്നെയാണ്, ഇന്ദ്രൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങയെയും കൂടി ഉൾപ്പെടുത്തി ഞാൻ ചെയ്തിട്ടുള്ള ഈ ശപഥം ഞാൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ശേഷിച്ച കാര്യങ്ങൾ നമുക്ക് കർമ്മപഥത്തിൽ വെച്ച് കാണാം. അപ്പോൾ അതൊരു വെല്ലുവിളി പോലെ മറുപടി പറയാതെ ദേവേന്ദ്രൻ അവിടെ നിന്ന് പോയി. നിഷ്കാസിതൻ. അങ്ങനെ നിഷ്കാസിതനായിട്ടാണ് അദ്ദേഹം വജ്രായുധം എടുത്തിട്ട് ആ കൈ അങ്ങനെ തന്നെ ഇരുന്ന് പോയി. എടുക്കാൻ തുടങ്ങിയപ്പോൾ അതുപോലെ അങ്ങനെ ഇരുന്ന് പോയി. വജ്രായുധം എടുത്തിട്ടാണ് പിന്നെ അദ്ദേഹത്തെ അത് പ്രയോഗിച്ചിട്ടാണ് മഴ പെയ്യിക്കേണ്ടതും ഇടിവെട്ടുണ്ടാക്കേണ്ടതും ഈ വജ്രായുധം തന്നെ നേരിട്ട് പ്രയോഗിക്കേണ്ടതും. അപ്പോൾ ആ സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം നശിപ്പിക്കും, ഈ വജ്രായുധം ചെന്ന് നശിപ്പിക്കും. പക്ഷെ വജ്രായുധത്തിൽ തൊട്ട കയ്യ് വജ്രായുധത്തിൽ തന്നെ ഇരുന്ന് പോയി.
അങ്ങനെ വജ്രായുധത്തിൽ കൈയും വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ യജ്ഞം തീരുന്നവരെ ഇരിക്കേണ്ടി അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹം അതിൽ തോൽക്കുകയാണ്. അങ്ങനെയാണ് ഈ പിന്നെ മരുത്തൻ്റെ യജ്ഞം നടക്കുന്നത്. ഇത് പിന്നെ ലോകത്തിലെല്ലായിടത്ത് അറിഞ്ഞപ്പോഴേക്കും ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരും രാജാക്കന്മാരുടെ പ്രതിപുരുഷന്മാരും ധാരാളം ധനങ്ങളുമായി, കാരണം ഈ യജ്ഞത്തിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട്, ദ്രവ്യങ്ങളും സാധനങ്ങളുമൊക്കെ. അപ്പോൾ അതിനുള്ള സദ്യ നടത്തുന്നതിനുള്ള അത് ഒരു ഈ പറവയ്പ്പിനുള്ള പറ, ഇപ്പോൾ സ്വർണത്തിൻ്റെ ഒരു പറ ഒരു രാജാവ് കൊണ്ടുപോകും, സ്വർണത്തിൻ്റെ ഒരു കുട്ടളം സാമ്പാർ വിളമ്പാനുള്ള സ്വർണത്തിൻ്റെ ഒരു കുട്ടളം വേറൊരു രാജാവ് കൊണ്ടുപോകും. കേരളത്തിൽ നിന്നൊക്കെ രാജാക്കന്മാർ അന്ന് പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോയ ഒരു രാജാവ് ഒരു ചെമ്പുകലം കൊണ്ടുപോയി, ഇവിടെ കാശിൽ ഇപ്പോൾ ചെമ്പുകലായിരിക്കും കൊണ്ടുപോയിട്ട് ഉണ്ടാവുക. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് നിന്ന് സ്വർണത്തിൻ്റെ വാർപ്പ്, പിന്നെ നവരത്നങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഇതൊന്നും ഉപയോഗിക്കാൻ വയ്യാത്ത വിധത്തിൽ അവിടെ കൂട്ടം കൂടി. പിന്നെ ധാന്യങ്ങൾ, അതുപോലെയുള്ള മറ്റ് ദ്രവ്യങ്ങൾ, എല്ലാ തരത്തിലുമുള്ള വിലപിടിപ്പുള്ള ഈ സ്വർണ്ണമല്ലാത്ത ലോഹങ്ങൾ, ഇതെല്ലാം അവിടെ കുന്നുകൂടി കിടക്കുന്നു. ആ കുന്നുകൂടി കിടക്കുന്ന ലോഹങ്ങളാണ് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി വന്നത് ഇദ്ദേഹം എടുത്ത് ഇട്ടിരിക്കുന്നതാണ്. അതാണ് ഇതെല്ലാം സാധനങ്ങളെല്ലാം ഉപയോഗം കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് മരുത്തന് ഇത് കിട്ടിയത്. ബൃഹസ്പതിയും ദേവേന്ദ്രനും പിന്നീട് വന്ന് സംവർത്തനോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം മാപ്പിൻ്റെ ആവശ്യമില്ല, ഈ സത്കർമ്മങ്ങൾ മുടക്കാൻ ആരും ഒരിക്കലും ഉദ്യോഗിക്കരുത്, ഒരുങ്ങരുത്. അല്ലാതെ ഇതിൽ ദേവേന്ദ്രൻ എന്നോട് മാപ്പ് പറയുന്നത് എനിക്ക് ഭൂഷണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങ് ആരോട് മാപ്പ് പറയാൻ പാടില്ല. അങ്ങ് വലിയൊരു ശക്തിയാണ്, അങ്ങ് വലിയ ഒരു സംരക്ഷകനാണ്, മൂന്ന് ലോകങ്ങളുടെയും സംരക്ഷകനാണ്. പലപ്പോഴും അനേകം അസുരന്മാരെ വധിച്ച് ജനങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും സ്വസ്ഥ ജീവിതവും കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഒരിക്കലും എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറയരുത്. ഞാൻ അങ്ങനെ മാപ്പ് സ്വീകരിക്കുകയോ മാപ്പിൽ വിശ്വസിക്കുകയോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് മാപ്പും ക്ഷമാപണമൊന്നും ഇവിടെ ആവശ്യമില്ല. അങ്ങ് ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ചേട്ടനോട് പണ്ടേ എനിക്ക് വൈരാഗ്യവും വിരോധവും ഒന്നും ഇല്ലാത്ത. അല്ല, ചേട്ടൻ വന്നില്ല, തീർന്നപ്പോൾ വന്നു. അങ്ങനെ വന്ന് ഒരു ജ്യേഷ്ഠാനുജ സമാഗമം ദേവേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ നടക്കുകയും വളരെ ശാന്തമായി കാര്യങ്ങളെല്ലാം ചെയ്ത് ആവശ്യമുള്ള കർമ്മങ്ങളെല്ലാം വൈദിക കർമ്മങ്ങളെല്ലാം ചെയ്ത് അശ്വമേധയാഗം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ചടങ്ങുകളോടുകൂടി അവസാനിപ്പിച്ചപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം ശുഭമായി. അദ്ദേഹത്തിനും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ സംവർത്തനെ കണ്ടതേയിലാരും. അദ്ദേഹം വീണ്ടും പഴയതുപോലെ പോയി. രണ്ടാമത് ഇത് സംവർത്തനം എന്നൊരു കാരണമെന്ന് മരത്തിന് വിചാരിച്ചതുമില്ല. മറ്റേ ആ തുപ്പിൻ്റെ വെടികൊണ്ട് അദ്ദേഹം ഇനി അത് സംവർത്തനം ഇത്രയും കഴിവുണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ബൃഹസ്പതിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിശബ്ദനാണല്ലോ. ഇപ്പം അത് തെളിഞ്ഞു, ഇപ്പം അത് മനസ്സിലായി. കാരണം ദേവേന്ദ്രന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നിസ്സാര സംഗതിയല്ലല്ലോ. പണ്ട് ഈ ദിലീപൻ ഇത് സിംഹത്തിനെ കൊല്ലാൻ അമ്പെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ അനങ്ങാതിരുന്ന് പോയപ്പോൾ സിംഹം ചിരിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു പരാജയം സംഭവിച്ചു, അത് പരാജയമായിട്ട് കണക്കാക്കണ്ട, ഇത് ശിവന്റെ ശക്തി കൊണ്ട് സംഭവിച്ചതാണ്. ശിവന്റെ മുമ്പിൽ തോൽവിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ, അതൊരു അനുഗ്രഹമായിട്ട് കരുതിയാൽ മതി. പിന്നെ എന്നെ കൊല്ലാൻ സാധ്യമല്ല, അത് പാർവതി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ജീവി ഇവിടെ വന്നാൽ ആ ജീവിയെ ഭക്ഷിച്ചോളാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്കിവിടെ നിന്ന് പോകാൻ സാധ്യമല്ല, കാരണം ഈ ദേവദാരുവിൻ്റെ മുഴുവൻ ചുമതല എനിക്കാണ്. ഇതിൽ ശരീരവരസി ആന കൊണ്ടുവന്ന് ശരീരവരസി കടിമാറ്റി ഇട്ട് അതിൻ്റെ തെരുപോയത് കണ്ടിട്ട് കരഞ്ഞതാണ് പാർവതി ദേവി. ദേവദാരു വൃക്ഷത്തിൻ്റെ. അപ്പോൾ ആനകൾ ഇവിടെ കയറാതെ നോക്കുക, മറ്റ് ജീവികളും കയറാതെ നോക്കുക. ഏതെങ്കിലും ജീവികൾ കയറി എന്നാൽ അതായിരിക്കും നിൻ്റെ ഭക്ഷണം, നീ ഇവിടെ വിട്ട് പോകാൻ പാടില്ല. ഇപ്പം ഇന്ന് വന്നത് ഈ പശുവാണ്, അപ്പോൾ ഈ പശുവിനെ ഞാൻ തിന്നും, അത് നീ വിചാരിച്ചാൽ എന്നെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല.
നിനക്ക് എന്നെ ചെയ്യാൻ പറ്റാമെന്ന് ഓർത്തിട്ട് വലിയ വീരനായ ശത്രു സംഹാര നിപുണനായ നീ ലജ്ജിക്കുകയും വേണ്ട, ശിവൻ്റെ മുമ്പിൽ തോറ്റു എന്ന് കരുതിയാൽ മതി. അത് ശിവപ്രഭാവമാണ്. അതുകൊണ്ട് ഈ പശുവിനെ ഞാൻ തിന്നിത് വസിഷ്ഠൻ്റെതായാലും കാമധേനു തന്നെയായാലും കാമധേനുവിൻ്റെ മകളായാലും ഒന്നും ഒരു കാര്യവുമില്ല, അത് ഞാൻ തിന്നിരിക്കും. അപ്പോൾ അതിനോട് തുല്യമായ ഒരു വർണ്ണനയാണ് ഇവിടെ നാം ഈ കാണുന്നത്. ഒരുപക്ഷെ കാളിദാസന് ഈ ദേവേന്ദ്രൻ്റെ കൈ വിറങ്ങലിച്ച് പോയത് മറ്റേത് വർണ്ണിച്ചപ്പോൾ ചിലപ്പോൾ മനസ്സിലുണ്ടാവാം. അങ്ങനെ മനോഹരമായ ഒരു രംഗത്തോടുകൂടി അത് അവസാനിച്ചു. എന്നിട്ട് വ്യാസൻ ധർമ്മപുത്രനോട് പറഞ്ഞു, അതുകൊണ്ട് ഇനി നാം ചെയ്യേണ്ടത് ആ ധനം, ദ്രവ്യസമ്പത്ത് നാം അവിടെ നിന്ന് മഹാമേരു പർവ്വതത്തിൽ നിന്ന് അസ്തിനപുരിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം, പല ഒരുക്കങ്ങളും ഒരേ സമയത്ത് തന്നെ നടക്കട്ടെ, കാര്യങ്ങളെല്ലാം സൈമിൾട്ടേനിയസായിട്ട് ഒരേ സമയത്ത് നടക്കട്ടെ, യൗകികമായി നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടുകൂടി ഇതിൻ്റെ വിളംബരമാണ് എല്ലാ സ്ഥലങ്ങളിലും അറിയിച്ച് അശ്വമേധയാഗം നടക്കാൻ പോകുന്നു എന്ന് വിവിധ സ്ഥലങ്ങളിൽ കുതിരപ്പുറത്ത് ഭടന്മാർ പോയി വിവിധ രാഷ്ട്രങ്ങളുടെ കേന്ദ്രങ്ങളിൽ, തലസ്ഥാന നഗരങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായി.